വിപിൻ ഇരിക്ക. എനിക്കല്പം ധൃതിയുണ്ട്. ആയിക്കോട്ടെ. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ വിപിൻ അറിയാലോ അല്ലേ? എന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചത്? വിപിൻ ഇരിക്ക. കല്യാണി ഒരു സാധാരണ പെൺകുട്ടിയാ. മുത്തശ്ശി പറയുന്നത് പോലെ അനുസരിച്ച് മാത്രം വളർന്ന് ശീലിച്ചവൾ. നല്ല സ്വഭാവം അവളുടേത്. എനിക്ക് ഉറപ്പുണ്ട്, ഏത് വീട്ടിലേക്ക് അവള് മരുമകളായി ചെന്നാലും ആ വീട് അവള് സ്വർഗമാക്കും. എനിക്കറിയാം അങ്കിൾ. അച്ഛനെന്ന നിലയില് എന്റെ കടമ നിറവേറ്റാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് എന്റെ മകൾ എന്റെ കൈകളിൽ എത്തുന്നത്. മറ്റു രീതിയിൽ സഹായിക്കാനൊന്നും എനിക്ക് കെൽപ്പില്ല. എങ്കിലും ഒരച്ഛനെന്ന നിലയിൽ അവൾക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്. മക്കളെ സ്നേഹിക്കുന്ന എല്ലാ അച്ഛനമ്മമാരും അത് ആഗ്രഹിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ നല്ല കുടുംബത്തിലേക്കാണ് എന്റെ മകള് പോകുന്നതെന്ന് ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടല്ലോ. നല്ല കുടുംബം തന്നെയാ ഞങ്ങളുടേതും. അത് മുത്തശ്ശിക്ക് അറിയാലോ. എന്റെ മുന്നിൽ കാണുന്നത് സത്യമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. വിപിന് വേറൊരു മുഖം കൂടിയുണ്ടോ? എന്താണ് അങ്കിൾ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തനിക്ക് രണ്ടു തരത്തിലുള്ള ജീവിതം ഉണ്ടോ എന്ന്. സമൂഹത്തിനും കുടുംബത്തിനും മുന്നിൽ ഒരു മുഖം, അധികം ആരും അറിയാത്ത മറ്റൊരു മുഖം. എനിക്കൊരു മുഖേ ഉള്ളൂ. അത് നിങ്ങളീ കാണുന്ന മുഖമാണ്. വിപിൻ ഒരു ക്രിമിനൽ ആണെന്ന് പറയുന്നു. അങ്കിളിനോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? കല്യാണിയുടെ ചേച്ചി ആയിരിക്കും അല്ലേ? അവര് പറയുന്നത് നുണയാണ്. ഈ വിവാഹം നടക്കാതിരിക്കാനുള്ള നുണ. ഞാനൊരു ക്രിമിനൽ അല്ലെന്ന് കല്യാണിയുടെ ചേച്ചി മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത്. അത് എന്നോടൊക്കെ പറഞ്ഞത് കല്യാണിയാ. അല്ല, കല്യാണിയുടെ ചേച്ചി. എന്താണ് നിന്റെ ഉദ്ദേശം? നിന്റെ മകള് പറയുന്നത് കേട്ട് ഇവനെ വിചാരണ ചെയ്യുകയാണോ? ഇവന്റെ കുടുംബം നല്ലതാണ്. ഇവനും ഒക്കെ അറിഞ്ഞു തന്നെയാണ് ഞാൻ ഈ കല്യാണം ഉറപ്പിച്ചത്. ഇത്രയും നാൾ കല്യാണെ നോക്കിയത് ഞാനാണ്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. കല്യാണി ആരൊക്കെയോ ചേർന്ന് തെറ്റിദ്ധരിപ്പിച്ചു. ഒരച്ഛനെന്ന നിലയിൽ മകളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതിനു പകരം അവള് പറയുന്നതനുസരിച്ച് ചാടുകയല്ല. അമ്മേ, കല്യാണി എന്നോട്. മോളുടെ ജീവിതത്തിൽ നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ഈ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. മോനെ വിപിനെ, അത് മോനെ വിപിനെ, അവിടെ നിൽക്ക്. കല്യാണിയുടെ ചേച്ചി എന്ന് പറഞ്ഞത് മോനെ വിപിനെ, അവിടെ നിൽക്ക്. മുത്തശ്ശി ഒന്ന് പറയട്ടെ. പറയേണ്ടതൊക്കെ കല്യാണിയുടെ അച്ഛൻ പറഞ്ഞല്ലോ. ബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ പരസ്പര വിശ്വാസം വേണം. കല്യാണിയുടെ അച്ഛന് എന്നെ വിശ്വാസമില്ല. വിവാഹം നടന്നാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് വിവാഹം വേണ്ടെന്ന് വെക്കുന്നതാണ് നല്ലത് മുത്തശ്ശി. മോനെ, അങ്ങനൊന്നും പറയാതെ. ഞാൻ രണ്ടു മുഖമുള്ള ആളാണെന്നാണ് കല്യാണിയുടെ അച്ഛൻ പറയുന്നത്. എന്നെ അദ്ദേഹം ചോദ്യം ചെയ്തത് മുത്തശ്ശി കേട്ടതല്ലേ? ക്ഷമിക്കും മോനെ, തെറ്റിദ്ധാരണ കൊണ്ട് അവൻ പറഞ്ഞതാ. അദ്ദേഹത്തിന് മാത്രമല്ല എന്നെ തെറ്റിദ്ധാരണയുള്ളത്, കല്യാണിക്കുണ്ട്. അച്ഛനോട് അവള് പറഞ്ഞു പറയിച്ചതാ. അവളുടെ തെറ്റിദ്ധാരണ സംസാരിച്ചു തീർക്കാന്നാണ് ഞാൻ കരുതിയത്. ഇപ്പൊ തോന്നുന്നു അത് നടക്കില്ലെന്ന്. അവൾ ഒരു പാവ. ആരെന്ത് പറഞ്ഞാലും അതങ്ങ് വിശ്വസിക്കും. കീർത്തി അവളുടെ മനസ്സിൽ വിഷം കുത്തിവെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇറക്കിക്കോളാം. ഞാൻ പറയുന്നത് അവൾ അനുസരിക്കും. നീ കണ്ടോ, വിവാഹ മണ്ഡപത്തിൽ സന്തോഷത്തോടെ തന്നെ നിന്റെ മുന്നിൽ അവൾ ഉണ്ടാകും. പിന്നെ അവന്റെ കാര്യം, ഏക മകളുടെ ഭാവിയുടെ കാര്യമാ. ടെൻഷൻ കാണുമല്ലോ. അവൻ സംസാരിച്ചു ഒന്നും മോൻ കാര്യമായി എടുക്കേണ്ടതില്ല. ഒക്കെ ഞാൻ പറഞ്ഞ് അവനെ മനസ്സിലാക്കിക്കൊള്ളാം. ഏക മകളോ? അദ്ദേഹത്തിന് രണ്ടു മക്കളുണ്ടല്ലോ. രണ്ടു മക്കളോ? കീർത്തിയും അദ്ദേഹത്തിന് മകളല്ലേ? വിപിനോട് ആരാ ഇത് പറഞ്ഞത്? കല്യാണി തന്നെ. എപ്പോ പറഞ്ഞു? ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറയാൻ കല്യാണിയോടൊപ്പം കീർത്തിയും വന്നിരുന്നു. കീർത്തി ചേച്ചി
എന്നും കൂടെ ഉണ്ടാവാനും സംരക്ഷിക്കാനും അവള് നിന്റെ സ്വന്തം ചേച്ചി ഒന്നല്ലല്ലോ. അതെ, അവരെന്റെ സ്വന്തം ചേച്ചി തന്നെയാ. ഞങ്ങൾ സഹോദരിമാരാ. ഒരേ അച്ഛനിൽ പിറന്നവർ, രണ്ടമ്മമാരിൽ ജനിച്ചവര്. മുത്തശ്ശി എന്താണ് ഇക്കാര്യം എന്നോട് മറച്ചു വെച്ചത്? അത് ഓനെ എന്തെങ്കിലും വിഷയം കാണും. എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. അല്ല, ഇപ്പൊ നമ്മുടെ വിഷയം അതല്ലല്ലോ. എന്റെയും കല്യാണത്തിന്റെയും വിവാഹമാണല്ലോ വിഷയം. എനിക്ക് മുത്തശ്ശിയോട് സ്നേഹമുണ്ട്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞൊക്കെ ഞാൻ വിഴുങ്ങി. ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നില്ല. കല്യാണിയുടെയും അവളുടെ അച്ഛൻ്റെയും തെറ്റിദ്ധാരണ മുത്തശ്ശി മാറ്റിയെടുക്കണം. മുത്തശ്ശി പറഞ്ഞതുപോലെ വിവാഹ മണ്ഡപത്തിൽ കല്യാണി എൻ്റെ മുമ്പിൽ സന്തോഷത്തോടെ നിൽക്കണം. ടെൻഷൻ അടിക്കാതെ മുത്തശ്ശി. ഒക്കെ മുത്തശ്ശിയുടെ ആഗ്രഹം പോലെ ഭംഗിയായി നടക്കും. ഒക്കെ മുത്തശ്ശി നശിപ്പിച്ചു അല്ലേ? നോക്കാം ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന്. സംസാരത്തിനിടയിൽ വിപിൻ പറഞ്ഞു, നീയും നിന്റെ ചേച്ചിയും അവനെ ചെന്ന് കണ്ടെന്ന്. എന്താണ് അവൻ അങ്ങനെ പറഞ്ഞത്? നിന്റെ ചേച്ചിയല്ല, ചേച്ചിയെ പോലെ വേറൊരാൾ. അതിവിടെ അടുത്തുള്ളൊരു കുട്ടിയാ. ഓ, എന്റെ കൂടെ അവള് വന്നിരുന്നു. കലാവതിയുടെ വീട്ടിലേക്ക് ഇനി അനുപമ വരണ്ടാന്ന് പറഞ്ഞതില് മോൾക്ക് വിഷമമുണ്ടല്ലേ? എത്ര തവണ അവൾ ഇങ്ങനെ പറഞ്ഞു, എന്നിട്ടും നിന്നെ ആ വീട്ടുകാരെ തിരിച്ചു വിളിച്ചില്ലേ? നിന്റെ കാര്യത്തെക്കാൾ നീ ആ വീട്ടിലെ കാര്യങ്ങൾക്കാണ് ശ്രദ്ധ കൊടുത്തത്. വന്നു കയറിയത് മുതൽ അങ്ങനെ തന്നെ. അതിന്റെ നന്ദിയൊന്നും ആ വീട്ടുകാർ നിന്നോട് കാണിച്ചിട്ടില്ല. അല്ലെങ്കിലും നീ ഇനി അധിക ദിവസമൊന്നും അവിടേക്ക് ജോലിക്ക് പോവില്ലല്ലോ. കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ നീ വിവേക് പറയുന്നത് അനുസരിക്കേണ്ടി വരും. അവൻ നിന്നെ ഹോം നേഴ്സ് ജോലിക്കൊന്നും വിടുവെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്ത ദിവസം തന്നെ വിവേകിന്റെ വീട്ടിലേക്ക് പോണം. വിവാഹ തീയതി ഉറപ്പിക്കണം. അവരെ വിളിച്ച് പറയട്ടെ വരുന്നത് ഏത് ദിവസമാണെന്ന്. നീ ഒരു തീയതി പറഞ്ഞാ നമുക്ക് ആ തീയതി അങ്ങ് ഫിക്സ് ചെയ്യാം. എന്റെ വിവാഹം എന്റെ അച്ഛന്റെ സ്വപ്നമായിരുന്നു. എനിക്ക് വേണ്ടി മാത്രം ജീവിച്ച ആളാ എന്റെ അച്ഛൻ. എന്റെ വിവാഹം നടക്കുമ്പോ എന്റെ അച്ഛൻ കൂടെ ഉണ്ടാവണം. വിവാഹ പന്തലിൽ എന്റെ കൈ പിടിച്ചു കൊടുക്കാൻ എന്റെ അച്ഛൻ ഉണ്ടാവണം. ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നെങ്കിൽ പിന്നെ നീ എന്തിനാ പെണ്ണ് കാണാൻ അവര് വരുമെന്ന് പറഞ്ഞപ്പോ സമ്മതം മൂളിയത്?
ഞങ്ങളെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയാണോ നീ സമ്മതം മൂളിയത്? കീർത്തി, വിവാഹം എന്നാ കുട്ടിക്കളിയല്ല, അത് നീ മനസ്സിലാക്കണം. എനിക്കറിയാം. എന്നിട്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നേ? ഇനി നിന്റെ അച്ഛൻ നിന്നെ തേടി വന്നില്ലെന്ന് കരുതുക, നീ വിവാഹം കഴിക്കില്ലേ? വരും മുത്തശ്ശി, എനിക്ക് ഉറപ്പാ. ഒരു നാൾ അച്ഛൻ എന്നെ തേടി വരും. എന്റെ വിവാഹം നടക്കും. അച്ഛനും മുത്തശ്ശിയും അമ്മയും ഒക്കെ കൂടെ ഉണ്ടാവും. കുറച്ചു നാളുകൂടി എന്റെ അമ്മയും മുത്തശ്ശിയും ക്ഷമിക്കുക. ഇങ്ങനെ നീണ്ടുപോയാ വിവേകിനോടും വീട്ടുകാരോടും എന്ത് സമാധാനം പറയും? അവര് ധൃതി വെക്കുന്നുണ്ട്. വിവേകിനാണെങ്കിൽ നിന്നെ ഇഷ്ടാവുകയും ചെയ്തു. എന്തു പറയും നമ്മള്? എന്തിനാ ഇത്രയും ധൃതി? ഒക്കെ അതിന്റെ സമയത്ത് നടക്കും. വിവാഹം എന്ന് പറഞ്ഞാ അങ്ങനെയോ? ഒഴിഞ്ഞു മാറുകയാണോടി അവള്? ഓരോ കാരണം ഉണ്ടാക്കി ഒഴിഞ്ഞു മാറുകയാണോ? ഞാൻ അവളുടെ അമ്മയാണെങ്കിൽ ഈ വിവാഹം ഞാൻ നടത്തിയിരിക്കും. ഏട്ടനോട് ഇതെങ്ങനെ പറയും? വൈകിച്ച പ്രശ്നോ? പറഞ്ഞേ പറ്റൂ. എങ്ങനെ പറയൂ എന്നോട്? എന്തായിരിക്കും എന്റെ പ്രതികരണം? എങ്ങനെ തുടങ്ങാം? എവിടെ വെച്ച് തുടങ്ങും? ഏട്ടൻ ഉറങ്ങില്ലേ? ഉറങ്ങാനുള്ള സമയം ആയില്ലല്ലോ. ശരിയാ, ഉറങ്ങാനുള്ള സമയം ആയില്ല. ഈ റിംഗ് ടോൺ മാറ്റാറായില്ലേ? മാറ്റണം. ഏട്ടാ, ഒരുമിച്ച് വിളിച്ചില്ലേ? നമ്മളെന്തെങ്ങനെ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. രാഹുലെ, എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. എന്റെ ഹെൽപ്പോ? എനിക്ക് വേണ്ടി നീ എന്ത് സഹായം വേണമെങ്കിലും ചെയ്തോളാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? നിനക്ക് എന്തോ എന്നോട് പറയാനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. താൻ പറയേ, എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത്? അത് പിന്നെ പറയടാ. ഞാൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതിന് ഏട്ടനെന്തൊരു അത്ഭുതമില്ലാത്ത? നിന്റെ കാര്യമായതുകൊണ്ട് ഒരത്ഭുതവും ഇല്ല. ഓ, ഉച്ച. നിനക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. അതിന് ഞാനിപ്പോ എന്ത് വേണം? എന്റെ ഇഷ്ടം ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. എന്തോ പറയാൻ എനിക്ക് പറ്റുന്നില്ല. അത് ഏട്ടൻ പറയണം. എനിക്കവളെ ഇഷ്ടമാണെന്ന് ഏട്ടൻ അവളോടൊന്ന് പറയണം. അടി കിട്ടുവോ? ഏയ്,
അവളുടെ മനസ്സിൽ ഞാനാണ് എന്നാണ് എന്റെ വിശ്വാസം. ഏട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യില്ലേ? ഹെൽപ്പ് ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ, നീ എന്റെ പൊന്നനിയനായി പോയില്ലേ. ഏതടാ പെൺകുട്ടി? അത് സർപ്രൈസ്. കുട്ടി ആരാന്നറിയാതെ ഞാനിങ്ങനെ പറയും. ഞാൻ കൂടെ വരാം, പെൺകുട്ടിയെ കാണിച്ചു തരാം. സംസാരിച്ചാ മതി, ഞാൻ കാറിലിരുന്നോളാം. ആ അങ്ങനെയെങ്കിൽ അങ്ങനെ. എവിടെ വെച്ചാ അവള് കാണുന്നേ? ഞാൻ അവളോട് ഒരു സ്ഥലത്ത് വരാൻ പറയാം, രാവിലെ അവിടെ ചെന്ന് കാണാം. ഓക്കെ. പിന്നെ ഒരു കാര്യം, അവൾ യെസ് പറഞ്ഞ നീ അവളെ കെട്ടിയിരിക്കണം. വെറുതെ പ്രേമോന്ന് പറഞ്ഞ് ചുറ്റിക്കറങ്ങി ഒടുക്ക അവളെ ഉപേക്ഷിച്ച അടിച്ച് നിന്റെ പല്ലി ഞാൻ താഴെയിടും. അവള് സമ്മതിച്ച ഞാൻ അവളെ കെട്ടിയിരിക്കും. ഇനി ഏട്ടൻ പറ, ഞാൻ എന്ത് സഹായ എന്റെ ഏട്ടനെ ചെയ്യേണ്ടത്? അത് നാളെ രാവിലെ നിന്റെ കാര്യം നടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പറയാം എനിക്ക് എന്ത് സഹായം ചെയ്യണമെന്ന്. താങ്ക്സ് ഏട്ടാ. സക്സസ്. ഹലോ, ഇയാൾ എന്തിനായി രാത്രി എന്നെ വിളിക്കുന്ന? തന്റെ പൊങ്ങച്ചൻ കേക്കലല്ല എന്റെ ജോലി. നീ ആരടി മിസ് വേൾഡോ? ഈ രാഹുൽ രവീന്ദ്രന്റെ ഒരു ഫോൺ കോളിനായി എത്ര പെമ്പിള്ളേർ ഉറക്കോളച്ച് കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയോ? എങ്കിലും അവരെ വിളിക്ക, എന്തിനാ എന്നെ വിളിക്കുന്ന? ഞാൻ അവരെ ഒന്നും വിളിക്കില്ല, തന്നെ മാത്രം വിളിക്കൂ. ആഹാ, അവര് രക്ഷപ്പെട്ടു. എന്റെ ഒരു തലവിധി, അല്ലാതെ എന്തു പറയാനാ? ഈ കത്തി കേൾക്കാൻ എന്ത് മഹാപാപമാണോ ഞാൻ ചെയ്തത്? സുഹൃതം ചെയ്തു എന്ന് പറ. സുഹൃത എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കില്ലേ? കത്തി വെക്കാനല്ല, ഒരു പ്രധാന കാര്യം പറയാനാ ഞാൻ നിന്നെ വിളിച്ചത്. എന്താണാവോ പ്രധാന കാര്യം? വീട്ടിലേക്ക് വരണമെന്ന് പറയാനാണോ? അയ്യേ, വീട്ടിലേക്ക് നിനക്ക് ഏത് സമയത്തും വരാലോ, ആരും പേടിക്കേണ്ട കാര്യമില്ല. നീ നാളെ രാവിലെ സിറ്റിക്കടുത്തുള്ള പാർക്കിലെത്തണമെന്ന് പറയാൻ വേണ്ടിയാ ഞാൻ വിളിച്ച. ഇതാണോ പ്രധാന കാര്യം? ഇതെന്താ പ്രധാന കാര്യമല്ലേ? നീ അവിടെ എത്തിയതിനു ശേഷം ഇതിനേക്കാളും പ്രധാനമായൊരു കാര്യം നടക്കും. താൻ വിളിക്കുമ്പോ പാർക്കിൽ വരാൻ ഞാൻ എന്താ തന്റെ കാമുകിയോ? ഞാനങ്ങും വരുന്നില്ല. കാമുകന്മാരെ കൊണ്ട് മാത്രമേ പാർക്കിൽ പോവൂ. അല്ല, എന്തിനാ ഞാൻ പാർക്കിൽ വരുന്ന? നിന്നെയും കൊണ്ട് ചുറ്റിക്കറങ്ങാനൊന്നും അല്ല വരാൻ പറഞ്ഞത്. ഒരു ചെറിയ പാർട്ടി ഉണ്ട്, നീ വന്നേ പറ്റൂ. ഏട്ടന്റെ അഞ്ജലിയുടെ വിവാഹം നടക്കില്ല, നമ്മൾ വിചാരിച്ച് നടന്നു. അതൊന്നും നമുക്ക് ആഘോഷിക്കണ്ടേ? എന്താ മിണ്ടാത്തെ? കൂടെ ഏട്ടനുണ്ടാവും. പാർക്കിലാണോ ആഘോഷം? അവിടെ നമുക്ക് മീറ്റ് ചെയ്യാം, എന്നിട്ട് തീരുമാനിക്കാം ഏത് ഹോട്ടലിൽ പോണോന്ന്. താൻ പറഞ്ഞത് പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നില്ല. പാർക്ക്, ഹോട്ടല്, എന്തോ ഒരു കള്ളക്കളി ഉണ്ട്. എന്തായാലും ഞാൻ നാളെ രാവിലെ വരാം. റോഷൻ സാർ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് വരാം. അപ്പോ നാളെ രാവിലെ 10 മണിക്ക് കാണാം. ഓക്കെ? ഓക്കെ. കീർത്തി എന്തു മറുപടി പറഞ്ഞു മോനെ? നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ? പറയും. പറയുമെന്നോ? അപ്പോ രാഹുൽ കീർത്തിയോട് നിനക്ക് വേണ്ടി സംസാരിച്ചില്ലേ? സംസാരിക്കും നാളെ. ഓ, ഞാൻ രാഹുലിനോട് ഇതുവരെ ഈ കാര്യം പറഞ്ഞിട്ടില്ല. പറയാൻ നോക്കുമ്പോ അവനപ്പോ എന്നോട് അവന്റെ കാര്യം പറയുന്നു. അവന് ഒരു പെണ്ണിന് ഇഷ്ടമാണ്, പക്ഷെ അവന് നേരിട്ട് പറയാൻ വയ്യ. ഏട്ടൻ എനിക്ക് വേണ്ടി പറയണമെന്ന് പറഞ്ഞു അല്ലേ? മുത്തശ്ശന് ഇതെങ്ങനെ അറിയാം? ഞാനല്ലേ നിന്നോട് പറയാൻ അവനോട് പറഞ്ഞത്. മുത്തശ്ശനാള് കൊള്ളാലോ. അവൻ ഇഷ്ടപ്പെടുന്ന പെണ്ണ് ഏതാന്ന് പറഞ്ഞിരുന്നോ? ഇല്ല,
എന്റെ മനസ്സില് കീർത്തിയാണെന്നുള്ള കാര്യം മുത്തശ്ശൻ അവനോട് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഹേയ്, പറഞ്ഞിട്ടില്ല. അത് നന്നായി. ഏതായാലും നാളെ അവന്റെ പെണ്ണുമായി ഞാനൊന്ന് സംസാരിക്കട്ടെ. അത് കഴിഞ്ഞ് ഞാൻ എന്റെ കാര്യം പറയും. അവന്റെ കാര്യം ഓക്കെ ആയതിനു ശേഷം കീർത്തിയായിട്ട് സംസാരിക്കട്ടെ. അത് മതി. നിങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളെ തന്നെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ കഴിയും. ഒരേ സമയം ഒരേ പന്തലിൽ വെച്ച് നമുക്കത് നടത്തണം. കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം നാട്ടിൽ മുഴുക്കി പോ. കല്യാണി, എന്നു മുതലാടി നീ മുത്തശ്ശിയിൽ നിന്നും പലതും മറച്ചുപിടിക്കാൻ തുടങ്ങിയത്? അങ്ങനെ ആയിരുന്നില്ലല്ലോ നീ. എന്നോട് പറയാത്തതൊന്നും നിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. കുറച്ചു നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു, എന്നോടുള്ള നിന്റെ പെരുമാറ്റത്തിൽ ചെറിയ മാറ്റമുണ്ട്. നിന്നോട് ചോദിക്കാതെയാണ് ഞാൻ നിന്റെ വിവാഹം ഉറപ്പിച്ചത്. അതിന്റെ ഇഷ്ടക്കേടായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഇപ്പോഴെനിക്ക് മനസ്സിലായി, കാരണം അതല്ലെന്ന്. അച്ഛനെയും ചേച്ചിയൊക്കെ കിട്ടിയപ്പോ നിനക്കെന്നെ വേണ്ടാതായി അല്ലേ? മുത്തശ്ശി, നിന്നോട് ആരാ പറഞ്ഞത് കീർത്തി നിന്റെ ചേച്ചിയെന്ന്?